ശ്രീ പ്രശാന്ത്, തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ നോക്കിയാൽ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ കടന്നു പോകുന്നത്? നമുക്കറിയാം, വലിയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോയില്ല, പക്ഷെ ഭരണം BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്തു. LDFനെ സംബന്ധിച്ചിടത്തോളം, അതായത് CPM പ്രധാനമായിട്ടും, അവർക്ക് ഈ ഭരണം അട്ടിമറിക്കാൻ താല്പര്യമില്ല. അവർക്കറിയാം അട്ടിമറിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലവിലുള്ള സീറ്റൂടെ പോകുമെന്നറിയാം. പക്ഷേ കോൺഗ്രസ്സിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് അവർ രണ്ടും വിട്ടങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായിരിക്കാം സംഭവിക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ? ഇന്നത്തെ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ BJP സംബന്ധിച്ചിടത്തോളം നിർണായക ദിവസമാണ്. സാറി പറഞ്ഞ പോലെ അല്പം പ്രതിസന്ധിയിലാണ് പോകുന്നത്. 101-നകത്ത് 51 ഭൂരിപക്ഷം ഒപ്പിച്ച് തന്നെ ഒരാളെ വെളിയിൽ നിന്ന് എടുത്തിട്ടാണ്, ഒരു സ്വതന്ത്രനെ ഉൾപ്പെടെ 50 ആണല്ലോ BJP. 50 ആണല്ലോ BJPക്ക് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു കൗൺസിലർ, ഇപ്പം സുഗതൻ എന്ന് പറയുന്ന ആൾ ഏതാണ്ട് കാപ്പ കേസിനകത്താണ്. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കേസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അമ്പലത്തിനകത്ത് ഒരു വിഷയം ഉണ്ടായി, ആൾ മാറി ഒരാളെ തലക്കടിച്ചു. മിസ്റ്റർ പ്രശാന്താണ് തോന്നുന്നു. അത് കമ്പിയടി കൊണ്ട് തലക്കടിച്ച കേസിനകത്താണ് ഇയാൾക്ക് ജാമ്യം കിട്ടാതെ നിന്ന് ഒളിവിലിരിക്കുകയും പോലീസ് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അറസ്റ്റിൻ്റെ സമയത്ത് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു കേസുള്ളൂ. ഇപ്പം ഇന്ന് ഈ പറയുന്ന സുഗതൻ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലാണല്ലോ ആ കേസ് നിൽക്കുന്നത്. അവിടുന്ന് ഈ കേസിന് ജാമ്യം എനിക്കൊന്നും കൊടുത്തിട്ടില്ല, ജാമ്യം തള്ളിയിട്ടുണ്ട്. അപ്പം അവിടെ തന്നെ സുഗതൻ ഇപ്പം ഏറ്റവും പ്രധാനമായിട്ട് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ അറിയാമല്ലോ, ഒരു 19 പേർക്കകത്ത് 18 പേര് സത്യപ്രതിജ്ഞ ചെയ്തു. സുഗതൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അകത്തായതുകൊണ്ട് സുഗതൻ ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ സത്യപ്രതിജ്ഞ. അപ്പം അതിനുള്ള അനുമതി എവിടെ നിന്ന്, അല്ലെങ്കിൽ വിചാരണ കോടതിയിൽ നിന്ന് മേടിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വിചാരണ കോടതി എന്തു പറയുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ ആദ്യം അപേക്ഷ കൊടുക്കൂ, അങ്ങനെയാണ് ഹൈക്കോടതി ഇവിടെ അപേക്ഷ കൊടുത്തിരിക്കും. ഇപ്പം ഇന്ന് അതിൻ്റെ ഒരുപക്ഷെ നിർണായക വിധിയാണ്. അപ്പം ഇപ്പം വിദഗ്ധർ പറയുന്നത് ഇവിടെ നിന്ന് ഇതിൻ്റെ അംഗീകാരം കിട്ടിയാലും ഹൈക്കോടതിയിൽ നിന്ന് കാപ്പയ്ക്കകത്ത് ഇളവ് കിട്ടിയില്ലെങ്കിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ സുഗതൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഹൈക്കോടതിയാണല്ലോ പറഞ്ഞേക്കുന്ന സത്യപ്രതിജ്ഞ 2ാമത് ചെയ്യണമെന്ന്. അപ്പം ഹൈക്കോടതി അത് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് 2ാമത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് അനുമതി തരാൻ ഹൈക്കോടതി നിങ്ങളടുത്തല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് അനുമതി കിട്ടും, അല്ലെങ്കിൽ അതിന് സാധ്യത ഉണ്ട്. മാത്രമല്ല ജനപ്രതിനിധിക്ക് അതിനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം. അപ്പം ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഈ വേറെ ഒരു വലിയ പ്രതിസന്ധി ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത വേറെ വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇതിപ്പം സുഗതൻ പോയാൽ റിസ്ക്കാണ്, 50-50 നിൽക്കും. അപ്പോൾ സുഗതൻ പോയിട്ട് 2ാമത് തെരഞ്ഞെടുപ്പ് വന്നാൽ വീണ്ടും അവിടെ ജയിച്ചു വരിക എന്ന് പറഞ്ഞാൽ, സുഗതൻ ജയിച്ച ഇടമെന്ന് പറഞ്ഞാൽ CPMന്റെ കോട്ടയാണ്. മാത്രവുമല്ല അവിടെ ജയിക്കണമെന്നില്ലല്ലോ. വേണമെങ്കിൽ UDFും LDFും കൂടെ അഡ്ജസ്റ്റ് ചെയ്താലും ഇവിടെ BJPയുടെ ഒരാളെ ജയിപ്പിക്കാൻ ഇരിക്കാൻ നോക്കും. കാരണം പ്രശ്നം. അപ്പം സുഗതനെ അവിടെ നിന്ന് ഈ അംഗത്വം നഷ്ടപ്പെടാതിരിക്കാൻ ഒന്ന് സത്യപ്രതിജ്ഞ നടക്കണം. ഈ 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ച് 3 അല്ലെങ്കിൽ കൗൺസിലുകളിൽ തുടർച്ചയായിട്ട് പങ്കെടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോകും. അത് പഞ്ചായത്ത് രാജ് നിയമം, ഭരണഘടനയ്ക്കകത്തുള്ളതാണ്, അല്ലെങ്കിൽ ആ നിയമത്തിൽ. അപ്പോൾ അതിനകത്ത് യാതൊന്നും പറയരുത്. അപ്പോൾ ഇപ്പം സുഗതൻ എനിക്ക് തോന്നുന്നു 2എണ്ണത്തിൽ പങ്കെടുത്തെന്ന് പ്രതിപക്ഷം പറയുന്നു, BJP പറയുന്നു 1-ലേ പങ്കെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിന് വ്യക്തതയില്ല. അപ്പം ഈ പരോൾ കിട്ടുന്ന ദിവസം ഒരുപക്ഷെ ഒരു ദിവസത്തേക്കായിരിക്കുമല്ലോ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള പരോളൊന്നായിരിക്കും, അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് ആയിരിക്കും. ആ ദിവസം തന്നെ ഈ സുഗതനെ പങ്കെടുക്കാൻ പറ്റുന്ന പോലെ ഒരു കൗൺസിലും കൂടെ വിളിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് BJP പോയേക്കും എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനവും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഈ സാറ് പറഞ്ഞതുപോലെ കിട്ടാതിരുന്ന് കിട്ടിയ സാധനം 45 കൊല്ലത്തിനകത്തും അല്ലെങ്കിൽ മോശമല്ലാത്ത സാന്നിധ്യം CPMന് ഉള്ള ഒരിടം, ആ ഇടത്ത് നിന്ന് നമ്മുടെ അറിയാമല്ലോ ഊട്ടിമേർ, അതിൻ്റെ പേരെന്തോ ആര്യാരായ, അതിൻ്റെ അതുവരെ കളിച്ചവരുടെ കൂട്ട് ഒതുക്കത്തിൽ കളിക്കാൻ അറിയാൻ പറ്റാഞ്ഞതുകൊണ്ട് അതൊക്കെ വെളിയിൽ വന്നു. അല്ലെങ്കിൽ അതിനകത്ത് ഈ ആര്യാരാജേന്ദ്രൻ വന്നതിനകത്ത്, അതിനെ വെച്ചതിനകത്ത്, അതിനെ പുറകിൽ നിന്ന് പിൻസി ഡ്രൈവിംഗ് നടത്തിയവരടുത്ത് പാർട്ടിക്കകത്ത് തന്നെ ചില നേതാക്കന്മാർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവർ തന്നെ ഇത് വെളിയിൽ കൊണ്ടുവന്ന് വഷളാക്കി. ഏതായാലും CPMന്റെ കയ്യിൽ നിന്ന് CPM ഒരിക്കലും ആര്യ ഇരുന്നൊന്ന് വഷളായാലോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടായാലോ, ഈ 42 കൊല്ലം കൊണ്ട് ഇരിക്കുന്ന ഒരിടമായതുകൊണ്ട് അതിൻ്റെ ഒരു 42 കൊല്ലം കൊണ്ട് സാറിൻ്റെ കയ്യിലിരിക്കുന്ന സാധനം, സാറ് 42 കൊല്ലം കൊണ്ട് ആ പ്രദേശത്ത് ചെയ്തു കൊടുത്തിട്ടുള്ളവരുടെ വോട്ട് കിട്ടിയാലും അല്ലെങ്കിൽ ആ സ്വാധീനം ഉപയോഗിച്ച് ഇനി ആക്ഷേപം വന്നാലും ജയിക്കാമല്ലോ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഒരു പക്ഷേ CPM ധരിച്ചത്. പക്ഷെ CPMന്റെ ഒക്കെ കണ്ണു തെളിച്ചുകൊണ്ട്
BJP പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലും ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയും, നമ്മളിപ്പോൾ പിണറായി വിജയന്റെ വെറുപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം മറ്റ് പലതും അല്ലെങ്കിൽ വികസനത്തിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എല്ലാം നോക്കുമ്പം ആക്ഷേപം പറയാനില്ലാത്തതും പിണറായി വിജയന്റെ ആ ധാർഷ്ട്യത്തിനകത്താണല്ലോ ഈ പോയത്. അല്ലെ MP ഗോവിന്ദന്റെ വിവരക്കേടിന്റെ ഭാഗമായിട്ടാണല്ലോ കേരളത്തിൽ ഭരണം പോയത് അല്ല പറയാതിരിക്കാൻ പറ്റത്തില്ല. വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയുടെ ധിക്കാര സമീപനം കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെ ചിലതൊക്കെ സംഭവിക്കുന്നത് പോലെ അവിടെ പോയത് ഈ പറയുന്ന ഒരു മേയർ എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ ഒരു കാണിച്ച ഗോഷ്ഠികൾ, ഭർത്താവ് കാണിച്ച ഗോഷ്ഠികൾ, അവർ നേരത്തെ അറിയാവുന്നിടത്തും അവരുടെ ആൾക്കാരുടെ ഇടയിലുള്ള ഇടപെടിയിൽ അല്ലെങ്കിൽ ധിക്കാരമായിട്ടുള്ള സമീപനം, യദു എന്ന് പറഞ്ഞ ഒരു വണ്ടിക്കാരനോട് ഇതെല്ലാം അവർ വിചാരിച്ചതിന് അപ്പുറം റിസൾട്ട് ഉണ്ടാക്കി. ഏത് റിസൾട്ട്? നെഗറ്റീവ് റിസൾട്ട്. അല്ലെങ്കിൽ ഇത് CPM കാര്യത്തിന് അല്ല, പാർട്ടിക്കകത്തുള്ളവർ പോലും ആര്യ രാജേന്ദ്രനെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. സഹിക്കാൻ വയ്യാത്ത രീതിയില്. കാരണം ഒടുവിൽ ശിവകുട്ടി പറഞ്ഞില്ലേ, എന്റെ ഒരു 10,000-2000 വോട്ട് വരെ ആര്യ രാജേന്ദ്രൻ എന്റെ ഈ വാഹനത്തിൽ കയറിയത് ശിവകുട്ടി കയറ്റാതിരിക്കാനും പറ്റത്തില്ല. ശിവകുട്ടിയുടെ കുഞ്ഞായിരുന്നു, ശിവകുട്ടി അതിനെ കൊണ്ടുവന്നേ, മനസ്സിലായി. ഇവരായിരുന്നു പിൻസീറ്റ് ശിവകുട്ടിയും ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേഷ്. കടകംപള്ളിയുടെ അല്ലായിരുന്നു ആര്യ. 2 ഗ്രൂപ്പായിരുന്നു ജില്ലാ കമ്മിറ്റിക്കകത്ത്. ഇത് ശിവകുട്ടിയുടെ ആളായിരുന്നു, കടകംപള്ളിയുടെ കക്ഷിയല്ല. ഇവരാണ് ആദ്യം 2 പേര് സാറ് പറഞ്ഞല്ലോ, അവരുടെ ആയിരുന്നു. അപ്പം അതിനകത്ത് അതുപോലെ ഇപ്പൊ അത്രയും റിസ്ക് എടുത്ത് പിടിച്ചതാ, മനസ്സിലായില്ലേ? ഇത് സാറ് പറഞ്ഞതുപോലെ ഇവരുടെ കയ്യിൽ ഇരുന്ന് ഇപ്പൊ പോകുന്നത് പോലെ പോയാൽ, കഴിഞ്ഞ 45 കൊല്ലം ഇരുന്ന് നടന്ന അഴിമതി വെളിച്ചത്ത് കൊണ്ടുവന്നാൽ, ജനം ഇത് മനസ്സിലാക്കിയാൽ, ഇപ്പൊ തന്നെ രാജേഷിന്റെ പോക്കിനകത്ത് ആ രീതിയിലുള്ള പോക്കാണല്ലോ പോകുന്നത്. എന്നുവെച്ചാൽ കാര്യങ്ങൾ ഇനിയും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ BJPയുടെ ഭാഗമല്ലാതെ ആകണ്ട, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം 50 എന്നുള്ളത് 75 പിന്നെ 100 ഒക്കെയാണ് നേരത്തെ പറഞ്ഞത്. അപ്പം ജനങ്ങൾക്ക് ബോധ്യമാവുന്ന രീതിയിൽ ഉള്ളൊരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് വന്നു. മാത്രമല്ല രാജേഷിനെ ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടു തുടങ്ങി. 6 മാസം ആയതെങ്കിലും ഉള്ളെങ്കിലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആർക്കും കടന്നു കയറി ചെല്ലാം. ഒരു പരാതി കൊടുത്താൽ അതിനകത്ത് പരിഹാരം ഉണ്ടാകുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരല്ല വരുന്നത്, മേയർ തന്നെ വരുന്നത്. അപ്പം ഇതങ്ങോട്ട് ഇങ്ങനെ പോയാൽ കുഴപ്പമാണ്. സാർ പറഞ്ഞതുപോലെ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടില്ല, ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 29 ഉള്ളൂ, 20 മറ്റേടത്തും ഉണ്ട്. ഇവർ 2 പേർക്കും ഒരേ അല്ലെങ്കിൽ ഒന്നിച്ച് ചെയ്യണമെന്ന് അകമേ ഉണ്ടെങ്കിലും പുറമേ ഇത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പുറമേ കാണിക്കുമ്പോൾ BJP പറയും കണ്ടത് 2 ഒന്നാ. ഇവന്റെ അഴിമതി, ഒരുത്തന്റെ അഴിമതിയെ ചൊറിഞ്ഞപ്പം മറ്റവന് നോക്കുന്ന കണ്ടോ. അപ്പം ഈ CPM-ഉം കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഈ രാഷ്ട്രീയം അവർ കളിക്കൽ. അപ്പം സാറി പറഞ്ഞല്ലേ വല്ലാത്തൊരവസ്ഥയിലാണ് പ്രതിപക്ഷം. കാരണം അവർക്കൊരവിശ്വാസം കൊണ്ടുവരാനോ അവർക്കൊരവിശ്വാസം വിജയിപ്പിക്കാനോ പറ്റുന്ന ഒരു അവസ്ഥ ഇപ്പോഴും ഇല്ല. ഇതിനകത്ത് നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ തന്നെ കൊണ്ടുവരണമെങ്കിൽ 36 പേര് വേണം. അവിശ്വാസം കൊണ്ടുവരണമെങ്കിൽ 36 പേര് വേണം. രണ്ടാമത് കൊണ്ടുവന്നതിന് ശേഷം പാസ്സാക്കണമെങ്കിലും എന്ത് വേണം? 51 വേണം. അതുമില്ല. ഈ സുഗതം പോയാലും അവിശ്വാസം പാസ്സാകത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇപ്പുറത്തെ നിൽക്കുന്ന ആള് പറയുന്നു ഞാൻ ഇവരുടെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഇല്ല, നമ്മൾ പറഞ്ഞതുപോലെ മാന്യതയോ അല്ലെങ്കിൽ അങ്ങ് ഭരിച്ചോട്ട് അതിനുശേഷം അന്നുള്ളതൊന്നും അല്ല, നടക്കാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ വെല്ലുവിളിച്ച് നിൽക്കുന്നത്. ആരാ? ഭൂരിപക്ഷം ഇല്ലെങ്കിൽ ഞാൻ 5 കൊല്ലം ഭരിക്കും. വിവരേഷൻ ആ ഒരു ബോധ്യം ഉണ്ടാവണം. ഇങ്ങനെ ഇതിന്റെ വല്ല ഒരു ഗ്രാഫ് അതാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ CPM-നെ അറിയാം ഇത് മറിച്ചിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഏതായാലും അധികാരത്തിൽ വരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉള്ള സീറ്റ് തന്നെ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം BJPക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്. മനസ്സിലായില്ലേ? അതായത് അവിടെ ഇവരുടെ 2 പേരുടെയും ഒരു അപ്രമാദിത്വം തന്നെ ഉള്ള കാര്യം പറയാം. കാരണം ഇപ്പം നിലവിൽ അപ്പം സാറി പറഞ്ഞ പോലെ CPM-ന് കുറയാനും BJPക്ക് കൂടാനുള്ള സാധ്യതയാണ് അവിടെ ഉള്ളത്. കാരണം ഇപ്പം മറിച്ചിട്ടാൽ ഈ ഒരു വിഷയം കൊണ്ടുവന്നാൽ നമ്മളീ പറയുന്നത് പോലെ അത് മനഃപൂർവ്വമാണ്. അതായത് മര്യാദയ്ക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. മറ്റ് പലരുടെ ചില താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ അഴിമതിക്ക് ഈ ഭരണം വേണ്ട എന്നുള്ള തീരുമാനമാണെന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായം പറയും. ഏതായാലും ഇന്ന് BJPയുടെയും സുഗതൻ്റെയും ഒക്കെ നിർണായകമായ ഒരു ദിവസമായിട്ട് തന്നെ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് കാണേണ്ടി വരും. BJP ഈ സുഗതൻ്റെ കാപ്പയ്ക്കകത്ത് 6 മാസം ഇളവ് വേണം അല്ലെങ്കിൽ കാപ്പ ഉപദേശ സമിതിയുടെ വിഷയത്തിനകത്തൊന്നും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അവർ അതിനകത്ത് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അപ്പം അവർ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോടതികളുടെ കാര്യങ്ങളൊക്കെ വരട്ടെ, അതിന് ശേഷം എന്തായാലും അവരും അടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയില്ലല്ലോ. ഇപ്പോൾ ഹൈക്കോടതി പോയാലും നെടുമങ്ങാട് കോടതി ഇതായാലും എല്ലായിടവും അവർക്ക് ഏറ്റവും ഗുണമാകുന്ന രീതിയിലും അല്ലെങ്കിൽ അത് അവതരിപ്പിക്കാൻ കഴിയുന്ന രീതിയിലും അത്രയ്ക്ക് കഴിവുള്ള ആൾക്കാരെയൊക്കെ വെച്ചായിരിക്കും കേസ് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഒരു സുഗതനും ഒരു കൗൺസിലറും അല്ലല്ലോ, ഒരു കോർപ്പറേഷൻ
നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പം സാർ പറഞ്ഞ അല്പം പ്രതിസന്ധിയിലാണ് പോകുന്നത്. എന്നാൽ ഉണ്ട് പ്രതിസന്ധി ഇല്ലയോ എന്നാൽ ഇല്ല എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.